Hi dear students, marginal costing and CVP analysis എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അതിലെ ഒരു പാർട്ടാണ് ബ്രേക്ക് ഈവൻ ചാർട്ട്. നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ബ്രേക്ക് ഈവൻ ചാർട്ടാണ്. അതെങ്ങനെയെന്നുള്ളത് നോക്കാം. ബ്രേക്ക് ഈവൻ ചാർട്ട് ഈസ് എ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ഓഫ് ബ്രേക്ക് ഈവൻ അനാലിസിസ്. ബ്രേക്ക് ഈവൻ അനാലിസിസ് ഗ്രാഫിൻ്റെ സഹായത്തോടെ പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രേക്ക് ഈവൻ ചാർട്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റഡിയിങ് ദി കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് റിലേഷൻഷിപ്പ്. കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് റിലേഷൻഷിപ്പ് പഠിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ബ്രേക്ക് ഈവൻ ചാർട്ട് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ബ്രേക്ക് ഈവൻ പോയിന്റ് ആൻഡ് ആൾസോ ഷോസ് ദി എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് പ്രൊഡക്ഷൻ. ഇത് ഡിഫറെൻറ്റ് ലെവൽസിലെ പ്രോഫിറ്റും ലോസും കാണിച്ചു തരുന്നു. അതോടൊപ്പം തന്നെ ബ്രേക്ക് ഈവൻ പോയിൻ്റ്, ഏത് പോയിന്റിലാണോ ബ്രേക്ക് ഈവൻ പോയിൻ്റ് വരുന്നത് അല്ലെങ്കിൽ നോ പ്രോഫിറ്റ് നോ ലോസ് വരുന്നതെന്ന് കൂടി ഇത് കാണിച്ചു തരുന്നു. ബ്രേക്ക് ഈവൻ പോയിന്റ് ഈസ് ദി പോയിന്റ് അറ്റ് വിച്ച് ടോട്ടൽ സെയിൽസ് ലൈൻ കട്ട്സ് ദി ടോട്ടൽ കോസ്റ്റ് ലൈൻ. ഈ ടോട്ടൽ കോസ്റ്റ് ലൈനും ടോട്ടൽ സെയിൽസ് ലൈനും തമ്മിൽ ഒരു പോയിന്റിൽ വെച്ചിട്ട് കട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഈ ബ്രേക്ക് ഈവൻ പോയിന്റിൽ നോ പ്രോഫിറ്റ് നോ ലോസ് ആണ്. അതായത് പ്രോഫിറ്റും ലോസും ഈക്വലായി വരുന്ന പോയിന്റാണ് ബ്രേക്ക് ഈവൻ പോയിന്റ്. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ടൈപ്സ് ഓഫ് ബ്രേക്ക് ഈവൻ ചാർട്ട്. ഡിഫറെൻറ്റ് ടൈപ്സിൽ ബ്രേക്ക് ഈവൻ ചാർട്ട് വരുന്നുണ്ട്. പ്രധാനപ്പെട്ടത് സിമ്പിൾ ബ്രേക്ക് ഈവൻ ചാർട്ടാണ്. അത് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മേക്ക് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ്, സെയിൽസ് വോളിയം അല്ലെങ്കിൽ യൂണിറ്റ്സ് ഓഫ് പെർസെൻറ്റേജ് ഓഫ് കപ്പാസിറ്റി ഈസ് പ്ലോട്ടഡ് ഓൺ എക്സ് ആക്സിസ്. അപ്പോൾ നമ്മൾ ഗ്രാഫ് സാധാരണ വരയ്ക്കുമ്പോൾ നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് ആക്സിസിൽ താഴെ എക്സ് ആക്സിസ് വരയ്ക്കും, മുകളിലേക്ക് നമ്മൾ വൈ ആക്സിസും വരയ്ക്കും. അപ്പോൾ ഈ എക്സ് ആക്സിസിൽ നമ്മൾ കാണിക്കുന്നത് സെയിൽസ് വോളിയം ഇൻ യൂണിറ്റ്സിൽ ടോട്ടൽ സെയിൽസ് എത്ര ഉണ്ടോ അത് യൂണിറ്റ്സിൽ കാണിക്കുന്നതാണ്. എക്സ് ആക്സിസിലാണ് നമ്മളത് കാണിക്കുന്നത്. പിന്നെ കോസ്റ്റ് ആൻഡ് റവന്യൂ ആർ പ്ലോട്ടഡ് ഓൺ വൈ ആക്സിസ്. കോസ്റ്റ് ആൻഡ് റവന്യൂ ഇൻ റുപ്പീസ് ടോട്ടൽ എമൗണ്ട് കാണിക്കുന്നതാണ് വൈ ആക്സിസ്. അപ്പോൾ എക്സ് ആക്സിസിൽ യൂണിറ്റ്സും കാണിക്കും, വൈ ആക്സിസിൽ ടോട്ടൽ എമൗണ്ടും കാണിക്കും. നെക്സ്റ്റ്, ഡ്രോ ദി ഫിക്സഡ് കോസ്റ്റ് ലൈൻ പാരലൽ ടു ദി ഹൊറിസോണ്ടൽ ആക്സിസ്, അതായത് എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് പാരലലായിട്ടാണ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ലൈൻ വരയ്ക്കുന്നത്. അപ്പോൾ വരയ്ക്കുമ്പോൾ നമുക്കൊന്നും കൂടി അത് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഡ്രോ ദി ടോട്ടൽ കോസ്റ്റ് ലൈൻ സ്റ്റാർട്ടിങ് ഫ്രം ദി പോയിന്റ് ഓൺ വൈ ആക്സിസ് വിച്ച് റെപ്രസെൻറ്റ് ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് കാണിച്ചിട്ടുള്ള ആ പോയിന്റിൽ നിന്ന് നമ്മൾ ടോട്ടൽ കോസ്റ്റ് ലൈൻ വരയ്ക്കുന്നു. അതായത് വൈ ആക്സിസിൽ ഫിക്സഡ് കോസ്റ്റ് കാണിച്ചിട്ടുള്ള ആ എമൗണ്ട് അല്ലെങ്കിൽ ആ പോയിന്റ്, അതിൽ നിന്നാണ് നമ്മൾ ടോട്ടൽ കോസ്റ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വരച്ചു. നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ലൈനും വരച്ചു, ടോട്ടൽ കോസ്റ്റ് ലൈനും വരച്ചു. നെക്സ്റ്റ്, ഡ്രോ ദി സെയിൽസ് ലൈൻ സ്റ്റാർട്ടിങ് ഫ്രം ദി പോയിന്റ് ഓഫ് ഒറിജിൻ, അതായത് സീറോയിൽ നിന്ന് നമ്മൾ സെയിൽസ് ലൈൻ വരയ്ക്കണം. സീറോ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി കൂടിച്ചേരുന്ന ഒറിജിനിൽ നിന്ന് നമ്മൾ സെയിൽസ് ലൈനും വരയ്ക്കുക. എങ്ങനെയെന്നുള്ളത് നമുക്ക് വരയ്ക്കുമ്പോൾ കൂടുതൽ മനസ്സിലാവും. പിന്നെ എന്താണ്, ദി പോയിന്റ് അറ്റ് വിച്ച് ദി ടോട്ടൽ സെയിൽസ് ലൈൻ കട്ട്സ് ദി ടോട്ടൽ കോസ്റ്റ് ലൈൻ ഇൻ BEP. ഒരു പോയിന്റിൽ വെച്ചിട്ട് ഈ ടോട്ടൽ സെയിൽസ് ലൈനും ടോട്ടൽ കോസ്റ്റ് ലൈനും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും അല്ലെങ്കിൽ കട്ട് ചെയ്യും. ആ പോയിന്റാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ദി ഏരിയ ബിറ്റ്വീൻ ടോട്ടൽ കോസ്റ്റ് ലൈൻ ആൻഡ് ടോട്ടൽ സെയിൽസ് ലൈൻ ബിലോ ദി ബ്രേക്ക് ഈവൻ പോയിന്റ് റെപ്രസെൻറ്റ്സ് ലോസ് ആൻഡ് എബോവ് ദി പോയിന്റ് റെപ്രസെൻറ്റ് പ്രോഫിറ്റ്. അതായത് നമ്മൾ പറഞ്ഞു ടോട്ടൽ സെയിൽസ് ലൈനും ടോട്ടൽ കോസ്റ്റ് ലൈനും തമ്മിൽ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യും അല്ലെങ്കിൽ
കട്ട് ചെയ്യുന്നു പറഞ്ഞ് ആ പോയിന്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൺ പോയിന്റ് എന്ന് പറയുന്നത്. ആ ബ്രേക്ക് ഈവൺ പോയിന്റിൻ്റെ താഴേക്ക് വരുന്ന ഏരിയയെ ലോസും അതിന് മുകളിലേക്ക് വരുന്ന ഏരിയ പ്രോഫിറ്റുമായിരിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്റ്റേജസ്. അപ്പോൾ ഏതൊക്കെയാണ്? എക്സ് ആക്സിസ്, വൈ ആക്സിസ് വരയ്ക്കുക, എക്സ് ആക്സിസിൽ യൂണിറ്റ്സ് പ്ലോട്ട് ചെയ്യുക, അതുപോലെ വൈ ആക്സിസിൽ ടോട്ടൽ എമൗണ്ട് ഇൻ റുപ്പീസ് കാണിക്കും. പിന്നെന്താണ്? ഫിക്സഡ് കോസ്റ്റ് ലൈൻ വരയ്ക്കുക. എക്സ് ആക്സിസിന് പാരലായിട്ട് ഫിക്സഡ് കോസ്റ്റ് ലൈൻ വരയ്ക്കുക. പിന്നെ ആ കോസ്റ്റ് ലൈൻ പോയിന്റിൽ നിന്ന് നമ്മൾ ടോട്ടൽ കോസ്റ്റ് ലൈനും എത്രയെന്നുള്ളത് വരയ്ക്കുക. പിന്നെ വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത് ടോട്ടൽ സെയിൽസ് ലൈനാണ്. അത് ഒറിജിനിൽ നിന്ന് അല്ലെങ്കിൽ സീറോയിൽ നിന്നാണ് അത് വരയ്ക്കേണ്ടത്. പിന്നെന്താണ്? രണ്ടും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് വരുന്നുണ്ട്, അവിടെ ബ്രേക്ക് ഈവൺ പോയിന്റ് കാണിക്കുക. അപ്പോൾ ആ ബ്രേക്ക് ഈവൺ പോയിന്റ് താഴേക്ക്, ആ പോയിന്റിൽ നിന്ന് താഴേക്ക് വരുന്ന ഭാഗം ലോസും മുകളിലേക്ക് വരുന്ന ഭാഗം പ്രോഫിറ്റും ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ അത് വരയ്ക്കുക എന്നുള്ളത് നോക്കാം. നോക്കൂ, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫ്രം ദി ഫോളോയിങ് ഡാറ്റ കൺസ്ട്രക്ട് എ ബ്രേക്ക് ഈവൺ ചാർട്ട്. സെയിൽസ് 7,000 യൂണിറ്റ്സ് അറ്റ് ദി റേറ്റ് ₹10 ഈച്ച്, ഫിക്സഡ് കോസ്റ്റ് ₹20,000, വേരിയബിൾ കോസ്റ്റ് ₹6 പെർ യൂണിറ്റ്. ഇത്ര ഇൻഫർമേഷനാണ് തന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ബ്രേക്ക് ഈവൺ ചാർട്ട് വരയ്ക്കണം. അപ്പോൾ എങ്ങനെ നോക്കാം? നമുക്ക് സെയിൽസ് തന്നിട്ട് എത്രയാണ്? 7,000 യൂണിറ്റ്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആകെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 7,000 യൂണിറ്റ്സ് ആണ്. ഒരു യൂണിറ്റ്സിന് എത്ര രൂപ വെച്ചിട്ടാണ്? 10 രൂപ വെച്ചിട്ടാണ് സെയിൽസ്. അപ്പോൾ ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 70,000 റുപ്പീസിൻ്റെ സെയിൽസാണ് ഉണ്ടായിരിക്കുക. പിന്നെ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട് എത്രയാണ്? 20,000 ആണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേരിയബിൾ കോസ്റ്റ് ₹6 പെർ യൂണിറ്റ്. ഒരു യൂണിറ്റിന് 6 രൂപ വെച്ചിട്ട് എത്ര യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 7,000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എത്ര ഉണ്ടായിരിക്കും? 7,000 × 6 42,000 ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ സെയിൽസ് 70,000 കിട്ടി, ഫിക്സഡ് കോസ്റ്റ് 20,000, വേരിയബിൾ കോസ്റ്റ് 42,000. 42,000 എങ്ങനെ കിട്ടിയെന്നറിയില്ലേ? 6 × 7,000. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ വരയ്ക്കാം? എക്സ് ആക്സിസ് വരയ്ക്കാം, വൈ ആക്സിസും വരയ്ക്കാം. എക്സ് ആക്സിസിൽ നമ്മൾ എന്ത് പറഞ്ഞു? യൂണിറ്റ്സ് ആണ് നമ്മൾ കാണിക്കേണ്ടതെന്ന് പറഞ്ഞു അല്ലേ? യൂണിറ്റ്സ് ഇൻ 1000ൽ 7,000 യൂണിറ്റ്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് 1,000, 2,000, 3,000, 4,000, 5,000, 6,000, 7,000 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിട്ടുള്ളത്. അതെന്താണ്? 1000ലാണ്. അത് ബ്രാക്കറ്റിൽ കാണിക്കും. ഇവിടെ ഔട്ട്പുട്ട് എന്ന് കാണിച്ചിട്ടുണ്ട്. എത്ര യൂണിറ്റ്സ് ആണോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഔട്ട്പുട്ട് ബ്രാക്കറ്റിൽ യൂണിറ്റ്സ് ഇൻ 1000ലാണ് അത് യൂണിറ്റ്സ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, വൈ ആക്സിസിൽ നമ്മൾ എന്ത് എഴുതും? ടോട്ടൽ സെയിൽസ് എത്രയാണ്? 70,000 ആണ് അല്ലേ? ടോട്ടൽ എത്ര രൂപയുടെ സെയിൽസ് ആണുള്ളത്? 70,000 റുപ്പീസിൻ്റെ സെയിൽസ് ആണുള്ളത്. അപ്പോൾ ആ 70,000നെ നമ്മൾ ഡിവൈഡ് ചെയ്ത് എഴുതി. ഇൻ 1000ലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ 10, 20, 30, 40, 50, 60, 70 എന്ന് പറഞ്ഞിട്ട് എഴുതി. ഓക്കെ, അപ്പോൾ എക്സ് ആക്സിസും വരച്ചു, വൈ ആക്സിസും വരച്ചു. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഫിക്സഡ് കോസ്റ്റ് ലൈൻ വരയ്ക്കാനാണ്. ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 20,000 ആണ്. അപ്പോൾ ഇവിടെ 20,000 വൈ ആക്സിസിൽ 20,000 നോക്കാം. ആ 20,000ന് നേരെ എക്സ് ആക്സിസിന് പാരലായി നമ്മൾ 7,000 യൂണിറ്റ്സ് അല്ലേ, ആ പോയിന്റിലേക്ക് നമ്മൾ എന്ത് വരയ്ക്കുക? ഒരു ലൈന് വരയ്ക്കുക. അതാണ് ഫിക്സഡ് കോസ്റ്റ് ലൈൻ. 20,000ൽ നിന്നും 7,000 ആ പോയിന്റിന് നേരെ പാരലായിട്ട് നമ്മളൊരു ലൈൻ വരച്ചു. അതാണ് ഫിക്സഡ് കോസ്റ്റ് ലൈൻ. കണ്ടോ? എത്ര യൂണിറ്റ്സ് 1,000, 2,000, 3,000 അങ്ങനെ 7,000 വരെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്താലും എത്ര യൂണിറ്റ്സിന് ഫിക്സഡ് കോസ്റ്റ് വരുള്ളൂ? 20,000 റുപ്പീസാണ് ഫിക്സഡ് കോസ്റ്റ് വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് ലൈൻ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നമ്മളോട് പറഞ്ഞത് കോസ്റ്റ് ലൈൻ, ടോട്ടൽ കോസ്റ്റ് ലൈൻ വരയ്ക്കാനാണ്. അപ്പോൾ ഈ ടോട്ടൽ കോസ്റ്റ് ലൈൻ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? ഈ 20,000 ഫിക്സഡ് കോസ്റ്റ് 20,000 വരെ ഉണ്ട് അല്ലേ? പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കൂടുകയുള്ളൂ വേരിയബിൾ കോസ്റ്റ് വരുമ്പോൾ അല്ലേ? വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും കൂടി ചേർന്നതാണ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ 20,000 എന്താണ്? ഫിക്സഡ് കോസ്റ്റാണ്. ഇവിടെ എത്രയാണ്? 42,000 ആണ് വേരിയബിൾ കോസ്റ്റ് വരുന്നത്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ എത്ര വരും? 62,000 വരില്ലേ? 20,000 + 42,000. അപ്പോൾ എത്രയാണ്? 62,000 വരും അല്ലേ?
അങ്ങനെ ടോട്ടൽ കോസ്റ്റിൻ്റെ ലൈൻ നമ്മൾ വരയ്ക്കണമെങ്കിൽ ഈ 20,000-ൽ നിന്ന് ഇവിടെ 62-ലേക്ക്, ഇവിടെ 60 വരേണ്ട, അതിന് കുറച്ച് മുകളിലായിട്ട് നമ്മളൊരു പോയിൻ്റ് പ്ലോട്ട് ചെയ്യുക. ഇതിൽ 7,000 യൂണിറ്റ്സിനും 60,000-നും തമ്മിൽ ചേരുന്ന ആ പോയിൻ്റ് ഉണ്ടല്ലോ, അവിടെ നമ്മളൊരു പോയിൻ്റ് പ്ലോട്ട് ചെയ്യുക. അതിലേക്ക് ഈ 20,000-ൽ നിന്ന് നമ്മളൊരു ലൈൻ വരയ്ക്കുക. ആ ലൈനാണ് കോസ്റ്റ് ലൈൻ. ഓക്കെ, 20,000-ൽ നിന്ന് 62-ലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. അതാണ് കോസ്റ്റ് ലൈൻ അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 20,000 വരെ ഫിക്സഡ് കോസ്റ്റ്, അതിൻ്റെ മുകളിലേക്ക് വരുന്ന 42,000 എന്താണ്, വേരിയബിൾ കോസ്റ്റുമാണ്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞുള്ളത് സെയിൽസ് ലൈൻ വരയ്ക്കാനാണ്. സെയിൽസ് ലൈൻ എവിടുന്ന് തുടങ്ങുന്നു? 0-ൽ നിന്ന് തുടങ്ങുന്നു, അല്ലെങ്കിൽ ഒറിജിനിൽ നിന്ന് തുടങ്ങുന്നു അല്ലേ. ഇവിടെ എക്സ് ആക്സിസും വൈ ആക്സിസും തമ്മിൽ കൂട്ടുമുട്ടുന്ന ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, 0, ആ പോയിന്റിൽ നിന്നാണ് നമ്മൾ സെയിൽസ് ലൈന് വരയ്ക്കേണ്ടത്. സെയിൽസ് ലൈൻ എത്രയാണ്? ടോട്ടൽ സെയിൽസ് എത്രയാണ്? 70,000 അല്ലേ. ഈ 7,000-ഉം 70,000-ഉം കൂടി കൂട്ടിമുട്ടുന്ന ആ പോയിൻ്റ് ഉണ്ടാവുമല്ലോ മുകളിൽ, ആ പോയിന്റിലൊരു പോയിൻ്റ് പ്ലോട്ട് ചെയ്യുക. ആ പോയിന്റിലേക്ക് 0-ൽ നിന്നൊരു ലൈൻ വരയ്ക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെയിൽസ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെയിൽസ് ലൈനും കോസ്റ്റ് ലൈനും തമ്മിൽ കട്ട് ചെയ്യും. ഈ കോസ്റ്റ് ലൈനിനെ കട്ട് ചെയ്ത് സെയിൽസ് ലൈൻ മുകളിലേക്ക് കയറിപ്പോകും. ആ കട്ട് ചെയ്യുന്ന പോയിൻ്റാണ് ബ്രേക്ക് ഈവൺ പോയിൻ്റ്. BEP എന്ന് അവിടെ കാണിച്ചിട്ടുണ്ട്, കണ്ടോ? ചെറിയ ഐഫൺ ഇട്ടിട്ട് ഒരു ലൈന് വരച്ചിട്ടുണ്ടല്ലോ, ആ പോയിൻ്റാണ് ബ്രേക്ക് ഈവൺ പോയിൻ്റ്. അപ്പോൾ ബ്രേക്ക് ഈവൺ സെയിൽസ് വരുന്ന ഏതിലാണ്? 52,000-ലാണ് ബ്രേക്ക് ഈവൺ പോയിൻ്റ് വരുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ പ്രോഫിറ്റും ഇല്ല, ലോസും ഇല്ലാത്ത ഏരിയയാണ്. അതുവരെ ലോസാണ്. എന്താ പോയിൻ്റ്, ബ്രേക്ക് ഈവൺ പോയിന്റിൽ എത്തുന്നത് വരെ ലോസാണ് വരുന്നത്. ഈ രണ്ട് ലൈനിനും ഇടയ്ക്ക് വരുന്നത്, സെയിൽസ് ലൈനും കോസ്റ്റ് ലൈനും ഇടയ്ക്ക് വരുന്ന ആ പോയിൻ്റ് ഉണ്ടല്ലോ, ഇവിടെ എത്തുന്നത് വരെ ആ ഒരു ഫേം ലോസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് ബ്രേക്ക് ഈവൺ പോയിൻ്റ് കഴിഞ്ഞ് മുകളിലേക്ക് വരുന്ന ആ പോയിൻ്റ് ഉണ്ടല്ലോ, സെയിൽസ് ലൈൻ മുകളിലേക്ക് കയറിപ്പോയി കോസ്റ്റ് ലൈൻ താഴേക്കും വന്നതുണ്ടല്ലോ, ആ ഒരു പോയിൻറ്റിനെയാണ് നമ്മൾ എന്താ പറയുക, അവിടെ ഇത് കളർ ചെയ്ത് കാണിച്ചിട്ടുണ്ടല്ലോ, ആ ഒരു ഏരിയയ്ക്കാണ് നമ്മൾ പ്രോഫിറ്റ് ഏരിയ അല്ലെങ്കിൽ ലോസ് ഏരിയ എന്ന് പറയുന്നത്. മുകളിലേക്കുള്ള ഭാഗം പ്രോഫിറ്റ് ഏരിയ, താഴേക്കുള്ള ഭാഗം ലോസ് ഏരിയ. ഓക്കെ, പിന്നെ അവിടെ പറയാനുള്ളത്, അവിടെ ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കട്ട് ചെയ്യുമ്പോൾ ഒരു ആംഗിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, രണ്ട് സൈഡിലും ആംഗിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ഈ കോസ്റ്റ് ലൈനും ബ്രേക്ക് ഈവൺ പോയിൻ്റ് ക്രിയേറ്റ് വരുമ്പോൾ ബ്രേക്ക് ഈവൺ പോയിൻ്റ് ഉണ്ടാവുന്ന ആ ഒരു കോണ് അല്ലെങ്കിൽ ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. പിന്നെ പറയാനുള്ളത്, ആ 50,000 സെയിൽസ് 50,000 വരുമ്പോഴാണ് എന്ത് ബ്രേക്ക് ഈവൺ പോയിൻ്റ് വരുന്നത് അല്ലേ. ബ്രേക്ക് ഈവൺ പോയിൻ്റ് എപ്പോഴാണ് വരുന്നത്? 50,000 സെയിൽസ് വരുമ്പോഴാണ്. അവിടുന്ന് അങ്ങോട്ട് മുകളിലേക്ക് കൂടുന്നുള്ളൂ. ഇപ്പോൾ 60,000 70,000 ഒക്കെ സെയിൽസ് വരുമ്പോൾ നമുക്ക് അവിടെ എന്താണ്? പ്രോഫിറ്റാണ്, സേഫ് ഏരിയയാണ്. അപ്പോൾ ആ ഒരു ഏരിയയെ നമ്മൾ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയും. കണ്ടോ, 50,000-ന് മുകളിലേക്ക് 60 70 ഒക്കെ ആയപ്പോൾ ആ ഒരു ഏരിയയാണ് നമ്മൾ മാർജിൻ ഓഫ് സേഫ് ഏരിയയാണ്, അതിന് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയും. അതുപോലെ ഇവിടെ യൂണിറ്റ്സ് 5,000 യൂണിറ്റ്സ് വരെയാണ് നോ പ്രോഫിറ്റ് നോ ലോസ് വരുന്നത്. അത് കഴിഞ്ഞ് വരുന്ന ഏരിയ എന്താണ്? പ്രോഫിറ്റ് ഏരിയയാണ്, സേഫ് ഏരിയയാണ്. അപ്പോൾ അവിടെ നമ്മൾ മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയും. ഓക്കെ, ഇങ്ങനെയാണ് ഇത് വരയ്ക്കേണ്ടത്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് കോൺട്രിബ്യൂഷൻ ബ്രേക്ക് ഈവൺ പോയിൻ്റാണ്. ചെറിയൊരു വ്യത്യാസമുള്ളതിൽ നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ലൈന് വരച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ ഒരു വേരിയബിൾ കോസ്റ്റ് ലൈൻ, ഫിക്സഡ് കോസ്റ്റ് ലൈന് പകരം നമ്മൾ വേരിയബിൾ കോസ്റ്റ് ലൈൻ വരച്ചു എന്നുള്ളത് മാത്രമേ ഇതിൽ വ്യത്യാസം വരുന്നുള്ളൂ. ബാക്കിയൊക്കെ സെയിം ആണ്. അതേ ഇൻഫർമേഷൻ വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. 70,000 ആണ് സെയിൽസ്, 7,000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഫിക്സഡ് കോസ്റ്റ് 20,000 ആണ്, അതുപോലെ വേരിയബിൾ കോസ്റ്റ് 42,000 ആണ്.
അപ്പോൾ അതേ ഇൻഫർമേഷൻ വെച്ചിട്ട് തന്നെയാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അപ്പോൾ അത് നോക്കി നോക്കൂ. ആദ്യം നമ്മൾ കോസ്റ്റ് ലൈൻ, ടോട്ടൽ കോസ്റ്റ് ലൈൻ വരച്ചു. ഇവിടുന്ന് 20,000 ആണ് ഫിക്സഡ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ആ 20,000 നിന്നാണ് നമ്മൾ എന്ത് വരയ്ക്കേണ്ടത്? ടോട്ടൽ കോസ്റ്റ് ലൈൻ വരയ്ക്കേണ്ടത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്തിലേക്ക്? 62,000 വരയ്ക്കണം അല്ലേ? ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ എത്ര? 62,000 ആണ്. എന്താ? 20,000 പ്ലസ് 42,000. അപ്പോൾ 62,000 വരച്ചു. പിന്നെ സെയിൽസ് ലൈൻ വരച്ചു. 0യിൽ നിന്ന് സെയിൽസ് ലൈൻ 70,000 വരച്ചു. അപ്പോൾ അവിടെ എന്താണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഏരിയ, ബ്രേക്ക് ഇവൻ പോയിന്റ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, പ്രോഫിറ്റ് ഏരിയ, ലോസ് ഏരിയ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നു അല്ലേ? പിന്നെ ഇവിടുന്ന് മുകളിലേക്ക് വരുന്ന ഭാഗം മാർജിൻ ഓഫ് സേഫ്റ്റി, 6 നിന്ന് 7 വരുന്ന ഭാഗം മാർജിൻ ഓഫ് സേഫ്റ്റി. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, മുന്നേ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വേരിയബിൾ കോസ്റ്റ് ലൈൻ വരയ്ക്കണം. വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? 42,000 ആണ്. അപ്പോൾ ഈ 42 നമ്മൾ 0യിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുന്നു. അതാണ് വേരിയബിൾ കോസ്റ്റ് ലൈൻ അല്ലേ? അപ്പോൾ അത് വരച്ചു കഴിഞ്ഞാൽ ഈ വേരിയബിൾ കോസ്റ്റ് ലൈനിന് താഴേക്ക് വരുന്ന ഭാഗമാണ് വേരിയബിൾ കോസ്റ്റ്. ഇത് മുകളിലേക്ക് കണ്ടോ? ഈ ടോട്ടൽ കോസ്റ്റ് ലൈൻ ഉണ്ടല്ലോ, ആ കോസ്റ്റ് ലൈനിനും വേരിയബിൾ കോസ്റ്റ് ലൈനിനും ഇടയ്ക്ക് വരുന്ന ആ ഭാഗമാണ് ഫിക്സഡ് കോസ്റ്റ്. കണ്ടോ? അവിടെ കാണിച്ചിട്ടുണ്ട് ഫിക്സഡ് കോസ്റ്റ് കണ്ടോ? അതുപോലെ സെയിൽസ് ലൈനും ടോട്ടൽ കോസ്റ്റ് ലൈനും ഇടയ്ക്കുള്ള ഭാഗം പ്രോഫിറ്റ്. ആ ഷെയ്ഡ് ചെയ്ത ഭാഗമാണ് പ്രോഫിറ്റ്. ഓക്കെ, ഈ പ്രോഫിറ്റും ഫിക്സഡ് കോസ്റ്റും ചേർന്ന ഇതിനെയാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇത്രയും ഏരിയയാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. പ്രോഫിറ്റും ഫിക്സഡ് കോസ്റ്റും ചേർന്നതാണ് കോൺട്രിബ്യൂഷൻ. പിന്നെ ഇവിടെ വേരിയബിൾ കോസ്റ്റ്. ഈ കോൺട്രിബ്യൂഷനും വേരിയബിൾ കോസ്റ്റും കൂടി ചേർന്നതാണ് സെയിൽസ് എന്ന് പറയുന്നത് അല്ലേ? ഇതിൽ നിന്ന് നമുക്ക് എല്ലാ ഇക്വേഷൻ വെച്ചിട്ടൊക്കെ ചെയ്യാം. എങ്ങനെയാണ്? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ? സെയിൽസിൽ നിന്ന് കോൺട്രിബ്യൂഷൻ മൈനസ് ചെയ്താൽ നമുക്ക് ഫിക്സഡ് കോസ്റ്റും കിട്ടും. അതേപോലെ പ്രോഫിറ്റ് കാണാം, ഫിക്സഡ് കോസ്റ്റും ഒക്കെ ഇതിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? മാർജിൻ ഓഫ് സേഫ്റ്റി പഠിക്കണം, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ബ്രേക്ക് ഈവൺ പോയിന്റ്, പിന്നെ കോൺട്രിബ്യൂഷൻ, പ്രോഫിറ്റ്, ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, സെയിൽസ്. ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് പ്രോബ്ലം വന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, വേറൊരു ഗ്രാഫിക്കൽ പ്രസൻറ്റേഷനാണ് അനലറ്റിക്കൽ ബ്രേക്ക് ഈവൻ ചാർട്ട്. ഇതും ഒന്നുമില്ല, സാധാരണ അതേപോലെ ചെയ്യുന്ന നമ്മൾ ഈ വേരിയബിൾ കോസ്റ്റ് ലൈനിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് കാണിക്കുക എന്നുള്ളത് മാത്രമേ ഇതിൽ വ്യത്യാസം വരുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ മുന്നേ ചെയ്ത അതേപോലെ തന്നെയാണ്. ടോട്ടൽ കോസ്റ്റ് ലൈൻ, സെയിൽസ് ലൈൻ, ബ്രേക്ക് ഈവൻ പോയിന്റ്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, മാർജിൻ ഓഫ് സേഫ്റ്റി, പ്രോഫിറ്റ് ഏരിയ, ലോസ് ഏരിയ, ഇതൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുകൂടാതെ ഈ വേരിയബിൾ കോസ്റ്റ് ലൈനിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കാണിക്കുന്നത്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ചേർന്നാണ്? മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഫാക്ടറി, പിന്നെ ഓവർ ഹെഡുകൾ അല്ലേ? എല്ലാം ചേർന്നതാണ് ഏതെന്ന് പറയുന്നത്? വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് സെപ്പറേറ്റ് കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഈ ഒരു ഗ്രാഫിന് വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ നോക്കി നോക്കൂ, ഡയറക്റ്റ് മെറ്റീരിയൽ വേറെ കാണിച്ചിട്ടുണ്ട്, ഡയറക്റ്റ് ലേബർ വേറെ, ഫാക്ടറി ഓവർ ഹെഡ്, ഓഫീസ് ഓവർ ഹെഡ്, സെല്ലിംഗ് ഓവർ ഹെഡ് എന്ന് പറഞ്ഞിട്ട് ഈ വേരിയബിൾ കോസ്റ്റിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അത് മാത്രമേ ഇതിൽ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ ഗ്രാഫ് വരയ്ക്കാൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.